അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ഇന്നലത്തോടു കൂടി അതിന് അവസാനിച്ചു. അപ്പോൾ ഇന്ന് ഫൈനലിലേക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ ടോപ്പ് 5 എത്തിയിരിക്കുന്നത് നമ്മുടെ അനുമോള്, അനീഷ്, അതുപോലെ അക്ബർ, നെവിൻ, ഷാനവാസ്. ഇനി ഇതിൽ ആരാണ് വിജയ് എന്നറിയാൻ വേണ്ടി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ നമ്മുടെ ലാലന്റെ ഒരു പ്രൊമോയിൽ വന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിലാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, നമ്മുടെ അനുമോൾക്കെതിരെ യൂട്യൂബർ തൊപ്പി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ അനുമോൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നില്ല, കടുത്ത വിമർശനങ്ങൾ നിറഞ്ഞൊരു വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോയുടെ പശ്ചാത്തലത്തിൽ പിന്നീട് അനുമോൾക്കുണ്ടായ വോട്ടിങ്ങിൽ കാര്യമായ മാറ്റം വന്നു എന്ന് പല ചാനലുകളിലും പറയുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചാൽ, ഈ ലൈവില് തൊപ്പി പറയുന്നുണ്ട്, അതിൽ ഒരാൾ ചോദിക്കുവാണ് അനുമോൾക്ക് PR ഉണ്ടോ. അപ്പോഴും തൊപ്പി പറയുന്നുണ്ട് അനുമോൾക്ക് PR ഉണ്ടോന്നോ, അനുമോൾക്കേ PR എന്നാണ് നമ്മുടെ തൊപ്പി പറയുന്നത്. ഈ അനുമോളെയും അനീഷിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാനൊരു നേരത്തെ രേഖയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവരിൽ രണ്ടുപേരെ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് നേരത്തെ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെയാണ് കാര്യങ്ങൾ അറിയുന്നത്. ഇവിടെ ഭയങ്കര PR ആണ് നടക്കുന്നത്. ഓടെ വീട്ടുകാരുടെ വീഡിയോ ഇറക്കുന്നത് കണ്ടിട്ടില്ലേ, ഓക്ക് 2 വീടാണ് ഉള്ളത്. ഓടെ അച്ഛൻ പഴയ വീടിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. അതായത് ഓള് ജനിച്ചു വളർന്ന ആ ഒരു പഴയ വീടിന്റെ മുന്നിൽ ഇരുന്നിട്ട് വോട്ട് ചോദിക്കുന്നത്. എല്ലാറ്റിനും ഭയങ്കര ബുദ്ധിയും കുരുട്ടു ബുദ്ധിയൊക്കെ ആയിട്ടാണ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതിൽ സാധാരണക്കാരൻ വിജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എപ്പോഴും സെലിബ്രിറ്റി മാത്രം വിജയിച്ചാൽ പോരല്ലോ എന്നൊക്കെയാണ് നമ്മുടെ തൊപ്പി പറയുന്നത്. ഇവര് ഭയങ്കര ദാരിദ്ര്യം പറച്ചിലാടാ, പൈസയില്ല, ബുദ്ധിമുട്ടാടാ, എന്തൊരു തള്ളാണോടോ ഇവര്. ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഇവരെ പോലുള്ള ആൾക്കാർക്ക് എത്ര പൈസ കിട്ടുന്നൊക്കെ നമുക്കറിയാം. എന്നിട്ട് ഇവര് സാധാരണക്കാരെ പറ്റിക്കല്ലേ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ തൊപ്പി അനുമോൾക്കെതിരായിട്ട് ലൈവിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതുകൊണ്ട് നമ്മുടെ അനുമോൾക്ക് കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം വരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അനുമോൾക്ക് അത്രമാത്രം ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ട്. അനുമോൾക്ക് മാത്രമല്ല, ഈ ടോപ്പ് 5 എത്തിയിരിക്കുന്ന എല്ലാവർക്കും നല്ല ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ട്. അതുപോലെ വളരെ ഡിസേർവിംഗ് ആയ ഒരു കണ്ടസ്റ്റൻസ് തന്നെയാണ് ഇവരെല്ലാവരും. ഇനി നമുക്ക് ഇതിൽ ആരാണ് വിജയ് എന്ന് മാത്രമേ അറിയാനുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം.